പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഏപ്രിൽ മാസം 5-ാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാം, കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ച ദൈവത്തിന് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാം, കർത്താവെ നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയ കർത്താവിന് കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് കർത്താവിന് സ്തോത്രം പറഞ്ഞ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് അവൻ ഒരനർത്ഥം നമുക്ക് ഭവിക്കാതെ, ഒരു ബാധ നമ്മുടെ കൂടാരത്തിന് അടുത്തു വരുവാൻ അനുവദിക്കാതെ, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നമ്മളെ ബാധിക്കുവാൻ അനുവദിക്കാതെ, ഇന്ന് പകൽക്കാലം നമ്മളെ അത്ഭുതകരമായി ജയോത്സവമായി നടത്തുന്ന നമ്മുടെ കർത്താവിന് കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങ് ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാകിയാൽ സ്തോത്രം. അങ്ങേക്ക് അസാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ലാത്ത ദൈവമാകിയാൽ സ്തോത്രം. അങ്ങേ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അങ്ങ് സമീപസ്ഥനായ ഞങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ നാമത്തെ ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ഞങ്ങൾ ഉയർത്തുന്ന കർത്താവേ. 96-ാം സങ്കീർത്തനം പറയുക, യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവീൻ, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവീൻ, യഹോവയ്ക്ക് പാടി കർത്താവിൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ, നാൾതോറും കർത്താവിൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവീൻ. നമുക്ക് ഒരുമിച്ച് കർത്താവിന് നന്ദി പറയാം, ഒരുമിച്ച് സ്തോത്രം പറയാം. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ, കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്ന വിശ്വാസത്തോടെ വേണം പ്രാർത്ഥിക്കുവാൻ. പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസത്തോടെ വേണം പ്രാർത്ഥിക്കുവാൻ. വെറുതെ അങ്ങ് പ്രാർത്ഥിക്കുകയല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെ ചടങ്ങല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ചലിപ്പിക്കുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അതുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും വ്യക്തിപരമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുന്നു, ഇവർക്ക് ദാനം കൊടുത്ത കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു, ഇവരുടെ ഉപജീവന മാർഗങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇവർ സകലത്തിലും അനുഗ്രഹം പ്രാപിക്കട്ടെ. ഈ ഏപ്രിൽ മാസം ഇവരുടെ മുമ്പിൽ പുതിയ വാതിലുകൾ തുറന്നു വരുന്നതിനായി സ്തോത്രം. ഈ ഏപ്രിൽ മാസത്തിൽ ദൈവിക എൻകൗണ്ടറുകൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിന് വലിയ സന്തോഷത്തിൽ ഈ പുതുമാസം ജീവിപ്പാൻ കർത്താവ് സഹായിക്കുന്നതിന് സ്തോത്രം. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ രോഗശക്തികൾ തൻ്റെ കുഞ്ഞുങ്ങളെ വിട്ടുമാറട്ടെ. പ്രത്യേകമായിട്ട് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. തൊണ്ടയ്ക്ക് അസ്വസ്ഥതയാൽ ഭാരപ്പെടുന്നവർ, ആമേൻ, തൊണ്ടയ്ക്കകത്ത് മുഴ വന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, തൈറോയിഡിനാൽ ബുദ്ധിമുട്ടുന്നവർ, അതുപോലെ ആമേൻ ത്രോട്ട് ഇൻഫെക്ഷനാൽ ബുദ്ധിമുട്ടുന്നവർ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം പ്രാപിക്കട്ടെ. ഇപ്പോൾ ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യത്തെ തൻ്റെ കുഞ്ഞുങ്ങളിലേക്ക് റിലീസ് ചെയ്യുന്നു. അവർ സൗഖ്യമാകട്ടെ. അതുപോലെ ജോലിയില്ലാത്തവർക്ക് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, വഴികൾ തുറന്നു വരട്ടെ. സാമ്പത്തിക ആവശ്യങ്ങൾ, ദൈവിക അത്ഭുതങ്ങൾ നടക്കട്ടെ. കർത്താവേ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആവശ്യമായ ബുദ്ധിയും ജ്ഞാനവും വിവേകവും കൊടുത്ത് അനുഗ്രഹിക്കണം, ഗൈഡൻസ് കൊടുത്ത് അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് കർത്താവേ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ മുദ്രയിട്ട് ഇവരെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. ദൈവിക സംരക്ഷണത്തിലേക്ക് ഇവരെ ഏൽപ്പിക്കുന്നു. ഒരു ദോഷം വരാതെ സൂക്ഷിക്കുന്നതിനായി സ്തോത്രം. നാളെ ലോകവ്യാപകമായി നടക്കുന്ന സഭായോഗങ്ങളിൽ വലിയ ദൈവത്തിൻ്റെ ഗ്ലോറി വ്യാപരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി. സകല മഹത്വം പുകഴ്ചയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഇന്ന് വരെ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച വരെ നടന്ന, ഇന്നലെ വരെ നടന്ന എല്ലാ മീറ്റിങ്ങുകളും അനുഗ്രഹമായിരുന്നു. അതിന് കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു. പങ്കെടുത്ത നിങ്ങളെ എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മീറ്റിങ്ങിനെ അനുഗ്രഹിച്ച കർത്താവിന് സ്തോത്രം പറയുന്നു. ഇനി നമുക്ക് മീറ്റിംഗ് ഉള്ളത് തിങ്കളാഴ്ചയാണ്.
മൺഡേ രാത്രി ഇന്ത്യൻ സമയം 9:30 നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗ്. നിങ്ങളുടെ ടെസ്റ്റിമണികൾ നിങ്ങൾ അയക്കണം. കർത്താവ് നിങ്ങളോട് ഇടപെട്ട വിധങ്ങളെ നിങ്ങൾ അറിയിക്കണം. ഇതെല്ലാം പങ്കുവെക്കുവാനും ഷെയർ ചെയ്യുവാനും ആമേൻ. അതുമാത്രമല്ല, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലും പ്രത്യേകമായിട്ടുണ്ടെങ്കിൽ അതറിയിച്ചാൽ അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. തിങ്കളാഴ്ച രാത്രി ഇന്ത്യൻ സമയം 9:30. പിന്നെ നിങ്ങൾക്ക് ഈ മെസ്സേജുകളും ഈ മീറ്റിങ്ങുകളും നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ കൂടെ അറിയിക്കുക, അവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരെയും പങ്കെടുപ്പിക്കുക. അത് ദൈവരാജ്യത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു മഹത്തായ വേലയാകും. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. അവൻ പറഞ്ഞതെന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേക കുഴികൾ വെട്ടുവീൻ. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല. എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ഹല്ലേലൂയ, ആമേൻ. ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. നമുക്കറിയാം, ഈ 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മുടെ ഏലീശ പ്രവാചകൻ ആമേൻ അന്നത്തെ രാജാക്കന്മാരായ ആമേൻ 3 രാജാക്കന്മാർ അവർ ജീവിതത്തിൻ്റെ മുമ്പിൽ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ആമേൻ അവരെ ആ സാഹചര്യത്തിൽ കർത്താവ് അവർക്ക് ഏലീശായിലൂടെ കൊടുക്കുന്ന ദൂതാണിത്. അവർ വെള്ളമില്ലാതെ വരണ്ടു നിൽക്കുന്ന അവസ്ഥയിൽ ആമേൻ ആ മോവാബിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ ഏലീശ എന്തു പറഞ്ഞു? ഏലീശ പ്രവാചകൻ ആമേൻ അവരോട് പറഞ്ഞു, ഈ സാഹചര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യും. ഇന്ന് പ്രഭാതത്തിലും പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്ന ഇതാണ്, നിങ്ങൾ സാഹചര്യങ്ങളെ നോക്കണ്ട, ദൈവം 2025 ഏപ്രിലിൽ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. സാഹചര്യങ്ങളെ നോക്കണ്ട എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ പ്രൊവിഷനുള്ള വഴികളൊന്നും നമ്മൾ കാണത്തില്ല. അതാണ് അവിടെ പറഞ്ഞത്, നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല. ആമേൻ. ഇതൊന്നും കണ്ടില്ലെങ്കിലും നിങ്ങളുടെ താഴ്വരകളെ വെള്ളം കൊണ്ട് നിറയ്ക്കുവാൻ ആമേൻ. അതാണ് ഒരു അസാധാരണമായ അത്ഭുതകരമായ വാഗ്ദത്തമാണ്. 2025 ഏപ്രിൽ മാസം 5-ാം തീയതി ഈ വാഗ്ദത്തം നിങ്ങൾ സ്വീകരിക്കുക. ഈ അസാധാരണമായ വാഗ്ദത്തത്തെ നിങ്ങൾ സ്വീകരിക്കുക. അതായത് നമ്മൾ സൗഖ്യത്തിൻ്റെതായ സൈനുകളൊന്നും കാണുന്നുണ്ടാകത്തില്ല, ജോലി കിട്ടാനുള്ള സാധ്യതകളൊന്നും നമ്മൾ കാണുന്നുണ്ടാകത്തില്ല, ഒരുപക്ഷെ ആ ഇൻ്റർവ്യൂ പാസ്സാകാനുള്ള സാഹചര്യങ്ങളൊന്നും നമ്മൾ കാണുന്നുണ്ടാകത്തില്ല. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ഏലീശയിലൂടെ അവിടെ പ്രവചനം വെളിപ്പെട്ട് വന്നതുപോലെ കർത്താവിൻ്റെ ആത്മാവിൽ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം സ്വീകരിക്കുക. സാഹചര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ അൺഎക്സ്പെക്റ്റഡ് വേയിൽ കർത്താവിൻ്റെ പ്രൊവിഷൻസുകൾ നമുക്ക് വേണ്ടി വരുവാൻ കർത്താവ് മതിയായവനാണ്. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. ദൈവം നമുക്ക് വഴികൾ തുറക്കുമ്പോൾ, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല ദൈവത്തിൻ്റെ ശക്തി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ആമേൻ, ആമേൻ. അവർ പ്രത്യക്ഷത്തിൽ അടയാളങ്ങളൊന്നും കണ്ടില്ല, പക്ഷെ ആമേൻ അവർക്ക് പ്രതീക്ഷിക്കാൻ വകയൊന്നുമില്ല. പക്ഷേ ദൈവം അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റുമെന്ന് ഏലീശ അവർക്ക് ഉറപ്പ് നൽകി. താഴ്വര മുഴുവൻ വെള്ളത്താൽ നിറഞ്ഞിരിക്കുന്നു, അവർക്ക് യാത്ര തുടരാൻ കഴിഞ്ഞു. മോവാബിയരുടെ പരാജയത്തിലേക്ക് നയിച്ച ഒരു ഉപകരണമായി വെള്ളം മാറിയെങ്കിൽ, അവരുടെ ശത്രുവിനെ സംഹരിച്ച് കളയുന്ന ഒരു ഉപകരണമായി വെള്ളം മാറിയെങ്കിൽ, ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഓർത്തോളുക, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും ഈ വചനം നിങ്ങൾ വിശ്വസിക്കണം. ഈ മാസത്തെ ഒരു പ്രോഫറ്റിക്കൽ വേർഡായത്, ഈ ഏപ്രിൽ മാസത്തിലെ പ്രോഫറ്റിക്കൽ വേർഡാണ്. നിങ്ങളുടെ താഴ്വരകളെ ദൈവം വെള്ളം കൊണ്ട് നിറയ്ക്കും. നിങ്ങളുടെ ഭവനത്തിൽ എന്തിൻ്റെ കുറവുണ്ടോ ആമേൻ, ഇന്ന് നിങ്ങൾ നോക്കുമ്പോൾ അതിനുള്ള ലക്ഷണങ്ങളൊന്നുമില്ല. ഈ താഴ്വര നിറയാൻ, ഈ പ്രശ്നം മാറാൻ, ഈ രോഗം മാറാൻ, ഈ സാഹചര്യം മാറാൻ പ്രത്യേകിച്ച് മാർഗങ്ങളും വഴികളും ഒന്നും കാണുന്നില്ല, തെളിവുകളൊന്നും കാണുന്നില്ല, കാറ്റ് കാണുന്നില്ല, മഴയും കാണുന്നില്ല. പക്ഷേ വിശ്വസിക്കുക, നിങ്ങളുടെ ഇല്ലായ്മകളെ പരിഹരിച്ച് നിങ്ങളുടെ താഴ്വരകളെ നിറയ്ക്കുവാൻ ഈ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പ്രഭാതത്തിൽ എത്ര പേർ ഈ ദൂത് സ്വീകരിച്ച് കർത്താവിൻ്റെ കരങ്ങളെ ഉയർത്തി സ്തോത്രം പറയും? കാര്യങ്ങൾ മെച്ചപ്പെടുമെന്നതിന് ദൃശ്യമായ തെളിവുകൾ ഒന്നുമില്ലെങ്കിലും പ്രയാസകരമായ സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ കരുതലും വിശ്വസ്തതയും ശക്തിയും അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ വഴികൾ എല്ലായ്പ്പോഴും അപ്രത്യക്ഷിതമായിരിക്കും, പ്രതീക്ഷിക്കാത്ത വഴികളായിരിക്കും കർത്താവ് നമുക്ക് വേണ്ടി തുറന്നു തരുന്നത്. ആ വാഗ്ദത്തമാണ് ഈ മാസം കർത്താവ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ഉറപ്പുള്ളവരായിരിക്കുക, ധൈര്യമുള്ളവരായിരിക്കുക. കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് ഈ സന്ദേശം കണ്ട ഓരോ മക്കളുടെ ജീവിതത്തിലും ആമേൻ പ്രതീക്ഷിക്കാത്ത അപ്രത്യക്ഷിതമായ ആമേൻ അൺഎക്സ്പെക്റ്റഡായ വേസ്, മിറക്കിൾസ്, ഹീലിങ്സ്, ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, ആമേൻ, എഡ്യൂക്കേഷണൽ സൊല്യൂഷൻസ് യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ.
ഞാനിവരെ ബ്ലസ് ചെയ്യുന്നു ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സന്ദേശം നിങ്ങൾ കേട്ടില്ലേ? ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ആ അത്ഭുതകരമായ വഴികളെയും ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്ന വാതിലുകളെയൊക്കെ ആമേൻ മറ്റുള്ളവരോട് പറയണം, ഞങ്ങളെ അറിയിക്കണം. നമുക്കൊന്നിച്ച് ദൈവത്തിനെ മഹത്വപ്പെടുത്താം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽ തീരത്തിലെ മണൽത്തരി പോലെ വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്. വി ആർ റിയലി ബ്ലസ്ഡ്. വി ആർ പെർമനന്റ്ലി ബ്ലസ്ഡ് and highly favored. God bless you. God bless you. God bless you.